നമസ്കാരം, ഇലക്ട്രോണിക് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ ഇൻസ്പയർ M260 എന്ന് പറയുന്നത് ഞാൻ സ്ക്രാപ്പിൽ നിന്ന് വാങ്ങിച്ച ഒരു സബ് വൂഫറാണ്. ഇതിന് വളരെ ചെറിയ വിലയ്ക്ക് എനിക്ക് സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയതാണ്. ഇങ്ങനെ കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിന് പവർ സപ്ലൈ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഒരു 12 വോൾട്ട് AC അഡാപ്റ്ററാണ് ആവശ്യം. ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കിവിടെ കാണാം. AC അഡാപ്റ്റർ 12 വോൾട്ടിൻ്റെ AC അഡാപ്റ്ററാണ് ഇതിന് ആവശ്യമുള്ളത്. അപ്പം ഈ മെഷീൻ്റെ ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സ്പീക്കറിനൊരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് വാങ്ങിയതിൻ്റെ മെയിൻ റീസൺ അത് തന്നെയാണ്. ഇതിൻ്റെ സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നില്ല, ഇതിൻ്റെ അഡാപ്റ്റർ കംപ്ലൈൻ്റ് ആയിരുന്നു. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ സബ് വൂഫറിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിന് വിസിലിംഗ് ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു, വിസിലിംഗ് സൗണ്ട് ഉണ്ട്, എയർ ലീക്ക് ഉണ്ടായിരുന്നു. ആ എയർ ലീക്കൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തു. പ്രോബ്ലി നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക എങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്തെന്നുള്ളത്. എയർ ലീക്കൊക്കെ മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എനിവേ ഇതിപ്പോൾ ഞാൻ തുറന്നു വരുന്നില്ല, ബട്ട് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പം ഈ യൂണിറ്റിന് ഒരു 12 വോൾട്ട് AC അഡാപ്റ്ററാണ് ആവശ്യം. ഇതിൻ്റെ കൂടെ ഡിഫോൾട്ടായിട്ട് വരുന്ന അഡാപ്റ്റർ എന്താ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ആ കാണുന്ന ഹോം തിയേറ്ററും സെയിം തന്നെയാണ്. അതിൻ്റെ പവർ സപ്ലൈയാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ക്രിയേറ്റീവിൻ്റെ കൂടെ വരുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത്. 12 വോൾട്ട് 2.9 ആംപിയറിൻ്റെ AC അഡാപ്റ്ററാണ് സംഭവം. അപ്പം ഈ സെയിം സാധനം നമുക്ക് വാങ്ങാൻ കിട്ടില്ല, കാരണം ഒബ്വിയസ്ലി ഇത് ബ്രാൻഡഡ് സാധനമാണ്. അപ്പം അഡാപ്റ്റർ മാത്രമായിട്ട് നമുക്കിപ്പം നിലവിൽ വാങ്ങിക്കാൻ കിട്ടില്ല. പിന്നെ ഒരു എളുപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് AC അഡാപ്റ്റർ ആയതുകൊണ്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഈ യൂണിറ്റിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ടി വരില്ല, കാരണം AC ഇൻപുട്ടാണ്, റെഗുലേഷൻ ഒന്നും ആവശ്യമില്ല. 12 വോൾട്ട് AC നമുക്കിതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും. അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ കിറ്റ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കിതിന് വേണ്ടുന്ന എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മുടെ ട്രാൻസ്ഫോമർ, മെയിൻ ട്രാൻസ്ഫോമർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ട്രാൻസ്ഫോമർ ഞാൻ വൈൻഡ് ചെയ്തെടുത്ത ട്രാൻസ്ഫോമറാണ്, കടയിൽ നിന്ന് റെഡിമെയ്ഡ് വാങ്ങിച്ചതല്ല. ഇത് 3 ആംപിയറിൻ്റെ ഒരു 012 അല്ല 012 3 ആംപിയർ ട്രാൻസ്ഫോമർ. ഏകദേശം 400 രൂപയാണ് ട്രാൻസ്ഫോമറിൻ്റെ വില. ഇതതിൻ്റെ കേസ്, ട്രാൻസ്ഫോമർ മൗണ്ട് ചെയ്യാനൊക്കെ വേണ്ടിയുള്ള കേസാണിത്. ഇതിൽ ഓൾറെഡി ഞാൻ ട്രാൻസ്ഫോമറിൻ്റെ സൈസിലുള്ള ഹോള് ഡ്രില്ല് ചെയ്തിട്ടുണ്ട്. എൻ്റെ തന്നെ ഡ്രില്ല് വെച്ച് ഞാൻ ഡ്രില്ല് ചെയ്തിട്ടുണ്ട്. കേസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണാം. പിന്നെ കുറച്ച് വയറുകൾ, ഇത് ഔട്ട്പുട്ട് വയർ കണക്ഷൻ കൊടുക്കാനുള്ള കുറച്ച് വയർ, നമ്മുടെ സ്റ്റാൻഡേർഡ് 2 കോർ വയർ, മീറ്ററിന് ഏകദേശം 13 വിലയുള്ള സാധാരണ 2 കോർ വയർ. പിന്നെ നമ്മുടെ AC അഡാപ്റ്റർ ഉണ്ട്, നമുക്കിവിടെ കാണാം. AC അഡാപ്റ്റർ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് ഒരു സ്ക്രൂ, നട്ട്, ബോൾട്ട് എല്ലാത്തിനും ഒരു കിറ്റാണ്. 35 രൂപയാണ് ഇതിൻ്റെ വില. അത്യാവശ്യം ഒരു ഡെക്കിന് വേണ്ടുന്ന എല്ലാ സ്ക്രൂകളും ഇതിനകത്തുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പൊട്ടിച്ചിട്ടില്ല, പക്ഷേ എന്നാലും അവർ പറഞ്ഞത് ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ സ്ക്രൂകളും തന്നെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം അതിനകത്ത് കിട്ടുമെന്നാണ്. നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ AC അഡാപ്റ്റർ ഉണ്ട്, നോർമൽ AC അഡാപ്റ്റർ. ഇത് അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു അഡാപ്റ്ററാണ്, അഡാപ്റ്റർ കേബിളാണ്, 75 രൂപയുടെ. പിന്നെ ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്. ഇതുകൂടാതെ കുറച്ച് സാധനങ്ങൾ കൂടെ ഉണ്ട്. ഇതിൻ്റെ DC ജാക്ക്, പിന്നെ ഒരു LED ഐറ്റംസൊക്കെ കൂടുതലില്ല, അത് ഓൾമോസ്റ്റ് ഞാൻ എവിടെയോ മാറ്റി വെച്ചിട്ടുണ്ട്. ബട്ട് എനിവേ ഇത്ര ഐറ്റംസാണ് ബേസിക്കലി ഇതിന് വേണ്ടത്. കാരണം ഇത് AC അഡാപ്റ്ററാണല്ലോ, DC ആക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ റെക്ടിഫയർ ഒരു സാധനങ്ങൾ നമുക്ക് ആവശ്യമില്ല. ബേസിക് ആയിട്ടുള്ള ഈ സംഭവങ്ങൾ മാത്രം മതി. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പാനൽ ഇവിടെയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഓൾറെഡി ഞാൻ ഇതിൻ്റെ സ്ക്രൂവ് ഡ്രിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ സെറ്റ് ഇതിലേക്ക് മൗണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ചെറിയൊരു കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ട്രാൻസ്ഫോമർ എല്ലാം ഞാനിപ്പോൾ മൗണ്ട് ചെയ്തു. ഒപ്പം തന്നെ ഈ ഇതിൻ്റെ എന്താ പറയുക, ട്രാൻസ്ഫോമറിൻ്റെ ബേസ് കാര്യങ്ങളെല്ലാം തന്നെ ചെറുതായിട്ട് തുരുമ്പ് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ തുരുമ്പ് മാറ്റാനല്ല, ആ തുരുമ്പിനെ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി കുറച്ച് സ്പ്രേ പെയിൻ്റ് അടിക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോമർ, നമുക്കിവിടെ കാണാം. ഇതിൻ്റെ സൈഡിലൊക്കെ ചെറുതായിട്ട് തുരുമ്പ് പോലെ വന്നിട്ടുണ്ട്. പക്ഷേ അത് ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, തുരുമ്പായിട്ടൊന്നുമില്ല. നമ്മൾ കൈ ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ ഒരു എന്താ പറയുക, തുരുമ്പായിട്ടില്ല. അത് ഞാൻ പയ്യെ ഒന്ന് ഐസോപ്രോപ്പിൽ IP യൂസ് ചെയ്തിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ലപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട് IP ഉപയോഗിച്ച്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബ്ലാക്ക് ഒരു സ്പ്രേ പെയിൻ്റ് അടിച്ച് ഈ 4 കോർണർ 4 ഏരിയയും ഒന്ന് ബ്ലാക്ക് സ്പ്രേ പെയിൻ്റ് അടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്പ്രേ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്കിത് ആ കേസിലേക്ക് മൗണ്ട് ചെയ്യാം. അപ്പം ഒരു ക്വിക്ക് ടൈം ലാപ്സ് ആയിട്ട് ഞാൻ അസംബ്ലിംഗ് പ്രോസസ്സ് ഫുള്ള് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. അതിലേക്ക് കിടക്കാം.
അപ്പോൾ നമ്മുടെ ഫുൾ സെറ്റ് അസംബ്ലിങ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഫീറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് പശ ചൊട്ടിച്ചാണെങ്കിൽ കൂടി നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ബാക്കിലൊന്നും വലിയ കാര്യമായിട്ട് ഡെക്കറേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഓൺ ഓഫ് സ്വിച്ചും ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല വെയിറ്റ് ഉണ്ട്, കാരണം നമ്മൾ അസംബിൾ ചെയ്ത ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേബിളായിട്ട് ഒരിടത്ത് വെച്ചാൽ അവിടെ ഇരുന്നുള്ളൂ. അപ്പം നമുക്ക് ഇതിൻ്റെ ഡെമോ കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്സിലറി ഇൻപുട്ടുണ്ട്, ലെഫ്റ്റ് റൈറ്റ്. ഇതാണ് നമ്മുടെ AC ഇൻപുട്ട് എന്ന് പറയുന്നത്. നമ്മുടെ അഡാപ്റ്ററിൽ നിന്ന് വന്ന കണക്ഷൻ നേരെ കൊടുത്തിരിക്കുകയാണ്. ഒരു നോർമൽ സാധാരണ ഇതിൻ്റെ കൂടെ വന്ന സ്പീക്കർ അല്ല വരുന്നത്, കാരണം സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയതാണ്. ഇതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒറിജിനൽ സ്പീക്കറിന് പകരം ഞാനിപ്പം മിസ്റ്റർ ലൈറ്റിൻ്റെ 2 ഡമ്മി സ്പീക്കേഴ്സ്, 2 ഡെമോ സ്പീക്കേഴ്സ്, നോർമൽ ഡെമോയ്ക്ക് വേണ്ടി മാത്രം കണക്ട് ചെയ്യുന്ന സ്പീക്കറാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി ഇതിൻ്റെ കൂടെ ഞാൻ ഉപയോഗിക്കാൻ തീരുമാനിച്ചത് ഈ ഫിലിപ്സിൻ്റെ ഈ സ്പീക്കറാണ്. കാഴ്ചയിൽ 2 ഏകദേശം ഒരേ ഹൈറ്റും ഒരേ ഇതൊക്കെയാണെങ്കിലും ഈ ഫിലിപ്സിൻ്റെ സ്പീക്കറിന് നല്ല വെയിറ്റ് ഉണ്ട്. മിസ്റ്റർ ലൈറ്റിൻ്റെ സ്പീക്കറിനെ അപേക്ഷിച്ചിട്ട് ഇതിന് ഒരു രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഫിലിപ്സിൻ്റെ സ്പീക്കറിന് എനിക്ക് തോന്നുന്നത് ഒരു 1/2 കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് വരുന്നുണ്ട്. ഇതിന് ബിൽറ്റ് ഇൻ ട്വീറ്ററും ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഫിലിപ്സിൻ്റെ ട്വീറ്ററിൻ്റെ ഈ ഫിലിപ്സിൻ്റെ സ്പീക്കറിന് വരുന്നത്. മിസ്റ്റർ ലൈറ്റിൻ്റെ സ്പീക്കറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഡെമോയ്ക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്, കാരണം ഓൾറെഡി ജാക്ക് എല്ലാം കണക്റ്റഡാണ്. ഈ ഫിലിപ്സിനകത്ത് ജാക്കൊന്നും നിലവിൽ കണക്റ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്കിത് ഡെമോ ചെയ്യാൻ വേണ്ടി എനിക്കിത് കണക്ട് ചെയ്ത് കാണിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ സ്പീക്കറോട് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ മിസ്റ്റർ ലൈറ്റിൻ്റെ സ്പീക്കറും ഞാൻ സ്ക്രാപ്പിൽ നിന്ന് തന്നെ എടുത്താണ്. അതിൻ്റെ റെസ്റ്റോറേഷൻ വീഡിയോ മേ ബി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഈ ഫോണിൽ ഒന്ന് പാട്ട് വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയുണ്ട്, ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റും. ഓൺ ചെയ്തിട്ട് ഞാൻ പ്ലേ ചെയ്യാൻ പോവാണ്, കേട്ടോക്കൂ. ഓക്കെ, so that's it. Here is a woofer. So that's it. അപ്പോൾ നമ്മുടെ സെറ്റിലെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഫ്ലിക്കറിങ് നമ്മളിവിടെ കാണുന്നത് നിങ്ങൾ കണ്ടു കാണും. ഈ LED നേരിട്ടാണ് ഔട്ട്പുട്ടിലേക്ക് കൊടുത്തിരിക്കുന്നത്. കപ്പാസിറ്ററോ മറ്റേ ഡയോഡോ ഫിൽറ്ററിങ്ങോ ഒന്നുമില്ല, അതുകൊണ്ടാണ് ആ ഫ്ലിക്കറിങ് അവിടെ കാണുന്നത്. അപ്പോൾ എന്തായാലും സംഭവം വർക്കിംഗ് ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.